എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണിയിലെ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ 10 വീഡിയോ ക്ലാസ്സുകളിലായി 10 ചാപ്റ്ററുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററുകൾ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. വീഡിയോ ക്ലാസ്സുകൾ വിശദമായി കാണുകയാണെങ്കിൽ മുഴുവൻ മാർക്ക് നേടാനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ ഫോക്കസ് ഏരിയ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ: പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്സിൻസ്, ജിബർലിൻസ്, സൈറ്റോകൈനിൻസ്, എഥിലീൻ, ആബ്സിസിക് ആസിഡ്, ഫോട്ടോ പീരിയോഡിസം തുടങ്ങിയ കാര്യങ്ങളാണ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്. പ്രധാനമായും പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹോർമോൺസ് ആണ്, അല്ലെങ്കിൽ അതിനെ ഫൈറ്റോ ഹോർമോൺസ് എന്ന് വിളിക്കാറുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്? ഇവ ഏതൊക്കെ രീതിയിലാണ് അറിയപ്പെടുന്നത്? ഓക്സിൻ ഇൻഡോൾ കോമ്പൗണ്ട്സ് എന്നറിയപ്പെടും. ഇൻഡോൾ 3 അസറ്റിക് ആസിഡായ IAA വളരെ പ്രധാനപ്പെട്ടതാണ്. സൈറ്റോകൈനിൻ അഡിനിൻ ഡെറിവേറ്റീവ്സ് ആണ്. N6 ഫർഫ്യൂറൈൽ അമിനോപ്യൂരിൻ, കൈനറ്റിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഹോർമോണാണ്. മറ്റൊന്ന് ആബ്സിസിക് ആസിഡ് ABA, ഇതൊരു കരോട്ടിനോയിഡ് ഡെറിവേറ്റീവ് ആണ്. ജിബർലിക് ആസിഡ് ടെർപ്പിൻ കോമ്പൗണ്ട്സ് ആണ്, GA3 എന്നറിയപ്പെടും. എഥിലീൻ C2H4 ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരേയൊരു പ്ലാന്റ് ഹോർമോൺ കൂടിയാണിത്. The PGRs are divided into 2 groups based on their function in a living plant body. One group, plant growth regulators, are involved in growth promoting activities. Example, auxin, gibberellin and cytokinin. മറ്റൊരു വിഭാഗം പ്ലാന്റ് ഹോർമോൺസ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് കാണിക്കുന്നത്. പ്രധാനമായിട്ടും ഡോർമൻസിയും എപ്സിഷനുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. വിത്ത് മുളയ്ക്കാതിരിക്കുന്നൊരവസ്ഥ, അതുപോലെ ഇലകൾ, പൂവ്, കായ തുടങ്ങിയവ കൊഴിഞ്ഞു വീഴുന്നു. ഇതെല്ലാം ഇത്തരം പ്ലാന്റ് ഹോർമോണിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഉദാഹരണം ആബ്സിസിക് ആസിഡ്, എഥിലീൻ. ഇവിടെ എഥിലീൻ എന്ന പ്ലാന്റ് ഹോർമോണിന് ഗ്രോത്ത് പ്രൊമോട്ടിങ്ങും ഗ്രോത്ത് ഇൻഹിബിറ്റിങ്ങും ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ ആദ്യം ഓക്സിൻസ് ആണ്. ഓക്സിൻ എന്ന പ്ലാന്റ് ഹോർമോണിനെ കുറിച്ചുള്ള ഡിസ്കവറി ഏറ്റവും കൃത്യമായി പഠിക്കാനായി കഴിഞ്ഞത് FW വെൻഡ് എന്ന സയന്റിസ്റ്റിനാണ്. അദ്ദേഹം ഓക്സിൻ എന്ന പേര് കൊടുക്കുകയാണ്. ഓക്സിന്റെ പ്രസൻസ് കൃത്യമായി പറയുന്നതിനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓക്സിന്റെ പ്രസൻസ് ടിപ്പിൽ ഉള്ളതുകൊണ്ടാണ് പ്രകാശത്തിന് നേർക്കത് വളഞ്ഞു പോകുന്നത്. കാരണം ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് നിന്ന് ഷെയ്ഡഡ് സൈഡിലേക്ക് ഓക്സിൻ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഷെയ്ഡഡ് സൈഡിൽ കൂടുതൽ വളർച്ച ഉണ്ടാകുകയാണ്. അതുകൊണ്ട് കർവേച്ചർ ഉണ്ടാകുന്നു, ഫോട്ടോട്രോപിക് കർവേച്ചർ കാണുന്നു. They are generally produced by growing apices of stems and root, from where they migrate to the regions of their action. There are 2 types of auxins, natural and synthetic. യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള ഓക്സിനാണ് പൊതുവെ ഉള്ളത്. നാച്ചുറൽ ഓക്സിൻ പ്രധാനമായിട്ടും സ്റ്റെം ടിപ്പിലും റൂട്ട് ടിപ്പിലുമാണ് കാണുന്നത്. സിന്തറ്റിക് ഓക്സിൻ എന്ന് പറയുന്നത് ഓക്സിൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പ്രധാനപ്പെട്ട നാച്ചുറൽ ഓക്സിൻസ് ഏതൊക്കെയാണ്? ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഇൻഡോൾ 3 ബ്യൂട്ടാരിക് ആസിഡ്, IAA ആൻഡ് IBA എന്ന് പറയും. ഏതൊക്കെയാണ് സിന്തറ്റിക് ഓക്സിൻസ് എന്ന് നോക്കാം. നാഫ്തലിൻ അസറ്റിക് ആസിഡ് NAA, 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് 2,4-D എന്നും പറയും. ഏതൊക്കെയാണ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? ദേ ഹെൽപ്പ് ടു ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്. സ്റ്റെം കട്ടിങ്സിൽ ഈ പറയുന്ന ഓക്സിൻ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഫോർമേഷൻ നടക്കും. ഓക്സിൻസ് പ്രൊമോട്ട് ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. പൈനാപ്പിളിൽ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. ദേ ഹെൽപ്പ് ടു പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ് ബട്ട് പ്രൊമോട്ട് ദി അബ്സിഷൻ ഓഫ് ഓൾഡർ മെച്ചുർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഇനീഷ്യൽ സ്റ്റേജിൽ, ഏർലി സ്റ്റേജിൽ ഫ്രൂട്ട്, ലീഫ് ഡ്രോപ്പ് എല്ലാം
പ്രിവെൻറ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ ലേറ്റർ സ്റ്റേജിൽ മെച്യൂർ സ്റ്റേജിൽ അത് അബ്സിഷനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇൻ മോസ്റ്റ് ഹയർ പ്ലാന്റ്സ് ഗ്രോവിംഗ് അപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ ലാറ്ററൽ ബഡ്സ്, എ ഫിനോമിനൻ കോൾഡ് അപ്പിക്കൽ ഡോമിനൻസ്. ഓക്സിൻ്റെ പ്രസൻസ് ടിപ്പിലുള്ളത് കൊണ്ട് അപ്പിക്കൽ ബഡിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ലാറ്ററൽ ബഡിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയുമാണ്. റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്സ് യൂഷ്വലി റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ഹെൻസ് ഇറ്റ് ഈസ് വൈഡ്ലി അപ്ലൈഡ് ഇൻ ടീ പ്ലാന്റേഷൻസ്, ഹെഡ്ജ് മേക്കിംഗ് എറ്റ്സെട്ര. ശരിക്കും നേരത്തെ പറഞ്ഞു ഓക്സിൻ്റെ പ്രസൻസ് ടിപ്പിലാണ് കാണുന്നത്. ടിപ്പ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ലാറ്ററൽ ബ്രാഞ്ചിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരം പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് ആണ് ടീ പ്ലാന്റേഷനിലും ഹെഡ്ജ് മേക്കിങ്ങിലും കാണുന്നത്. മുകൾ ഭാഗം നുള്ളിക്കളയാണ് അല്ലെങ്കിൽ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഓക്സിൻസ് ഓൾസോ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, സീഡ്ലെസ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഓക്സിൻ സ്പ്രേ ചെയ്യുകയാണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ആസ് ഹെർബിസൈഡ്സ്, വീഡിസൈഡ്സ് എന്നെല്ലാം പറയും. അവിടെ ഉപയോഗിക്കുന്ന ഓക്സിനാണ് 2,4-D. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കിൽ ഡൈക്കോട്ടിലിഡനസ് വീഡ്സ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ വീഡ് ഫ്രീ ലോൺസ് ബൈ ഗാർഡനേഴ്സ്. ശരിക്കും വീഡ് ഫ്രീ ലോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗാർഡനേഴ്സിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്ലാന്റ് ഹോർമോണാണ് 2,4-D. കാരണം അവിടെ വളർന്നു വരുന്ന ഡൈക്കോട്ടിലിഡനസ് ആയിട്ടുള്ള വീഡ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഓക്സിൻ കൺട്രോൾസ് സൈലം ഡിഫറൻസിയേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ. സൈലം ഡിഫറൻസിയേഷനെ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ സൈലത്തിലെ എലമെന്റുകൾ ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഓക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ജിബർലിൻസ്. ജിബർലിൻസ് പൊതുവെ GA3 എന്നറിയപ്പെടും. ഇതൊരു അസിഡിക് പ്ലാന്റ് ഹോർമോൺ കൂടിയാണ്. ജിബർലിനെ കുറിച്ചുള്ള ഡിസ്കവറി ആദ്യമായിട്ട് കാണുന്നത് ജപ്പാനിലെ റൈസ് പ്ലാന്റ്സിന് ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് ഓർ ബെക്കാൻ ഡിസീസ് വന്നപ്പോഴാണ്. അവിടെ ഒരു ഫംഗസ് ആണ് ഇതിന് കാരണമായത്, ജിബർല ഫ്യൂജിക്രോയ്. അങ്ങനെയാണ് ജിബർലിൻ്റെ പഠനങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. GA3 കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്സ്. ഗ്രേപ്പ് സ്റ്റോക്കിന്റെ ലെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടുതൽ മുന്തിരി അതിൽ പിടിക്കുന്നതിന് കാരണമാകുന്നു. ജിബർലിൻസ് കോസ് ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾ ടു ഇലോങ്ങേറ്റ് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് ഷേപ്പ്. ആപ്പിളിൽ അതിൻ്റെ ഷേപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദേ ഡിലേ സെനസെൻസ്, ഹെൻസ് ദ ഫ്രൂട്ട് ആർ കീപ്പ് ആസ് ഫ്രഷ്. ഇവിടെ സെനസെൻസ് ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. ഫ്രൂട്ട്സ് ഫ്രഷായിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. മാർക്കറ്റ് പീരീഡിൽ മാത്രം ആ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നതിന് അതുകൊണ്ട് കഴിയുന്നു. കൂടുതൽ വില കിട്ടുന്നതിന് ഇത് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഏജിങ് തടയപ്പെടുന്നു. GA3 is used to speed up the malting process in brewing industry. ബിവറേജ് ഇൻഡസ്ട്രീസിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൾട്ടിംഗ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നു. സ്പ്രൈങ് ഷുഗർ കെയിൻ ക്രോപ്പ് വിത്ത് ജിബർലിൻസ് ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് സ്റ്റെം, thus increasing the yield by as much as 20 tons per acre. ഷുഗർ കെയിൻ ഫീൽഡിൽ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഷുഗർ കെയിൻ സ്റ്റെം ലെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ ഒരു ഏക്കറിൽ 20 ടണ്ണോളം ഈൽഡ് കൂട്ടിയെടുക്കുന്നതിന് സാധിക്കുന്നു. സ്പ്രേയിങ് ജുവനൈൽ കോണിഫേഴ്സ് വിത്ത് GA3s hastens the maturity period, thus leading to early seed production. കോണിഫേഴ്സിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ജുവനൈൽ കോണിഫേഴ്സിൽ സ്പ്രേ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ മെച്യൂരിറ്റി പീരീഡ് എത്തുകയാണ്. അങ്ങനെ സീഡ് പ്രൊഡക്ഷനും നേരത്തോടെ നടക്കുകയാണ്. ജിബർലിൻസ് ഓൾസോ പ്രൊമോട്ട് ബോൾട്ടിംഗ് ഇൻ ബീറ്റ്സ്, കാബേജസ് ആൻഡ് മെനി പ്ലാന്റ്സ് വിത്ത് റൊസറ്റ് ഹാബിറ്റ്. ശരിക്കും കൂട്ടമായി ഇലകൾ നിൽക്കുന്ന അല്ലെങ്കിൽ അധികം തണ്ടിന് നീളമില്ലാത്ത ഇത്തരം പ്ലാന്റ്സിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇന്റർനോഡിന്റെ ലെങ്ത് വർദ്ധിക്കുകയാണ്. അതിനെ തുടർന്ന് ഫ്ലവറിംഗ് നടക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ജിബർലിന്റെ അപ്ലിക്കേഷനിൽ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. സൈറ്റോകൈനിൻസ്. Cytokinins were discovered as kinetin, a modified form of
adenine, apurin from the autoclaved herring sperm DNA. അതായത് ഒരു ഫിഷ് സ്പേമിൻ DNA-യിൽ നിന്ന് ഓട്ടോക്ലേവ് ചെയ്തിട്ടാണ് ആദ്യമായി കൈനറ്റിൻ കണ്ടുപിടിക്കുന്നത്. നാച്ചുറൽ ഒക്കറിംഗ് സൈറ്റോകൈനിൻ സിയാറ്റിൻ വാസ് ഐസൊലേറ്റഡ് ഫ്രം കോൺ കെണൽസ് ആൻഡ് കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്കിൽ നിന്നും കോൺ കെണൽസ് നിന്നുമാണ് ആദ്യമായി നാച്ചുറൽ ഒക്കറിംഗ് സൈറ്റോകൈനായ സിയാറ്റിൻ വേർതിരിച്ചെടുക്കുന്നത്. ഇവിടെ നാച്ചുറൽ സൈറ്റോകൈനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ്? പ്രധാനമായും റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുന്ന ഭാഗങ്ങളിലാണ്. റൂട്ട് എപ്പിസസ്, ഡെവലപ്പിംഗ് ഷൂട്ട് ബഡ്സ്, യങ് ഫ്രൂട്ട്സ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സൈറ്റോകൈനിന്റെ സിന്തസിസ് കാണുന്നത്. ഏതൊക്കെ ഫിസിയോളജിക്കൽ ആക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ന്യൂ ലീവ്സ്, ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സ്, ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത് ആൻഡ് അഡ്വെന്റിഷ്യസ് ഷൂട്ട് ഫോർമേഷൻ. പുതിയ ഇലകൾ ഉണ്ടാകുന്നത്, ഇലകളിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ലാറ്ററൽ ഷൂട്ട് ഗ്രോത്ത്, ലാറ്ററൽ ബഡ് ഗ്രോ ചെയ്യുന്നു, അങ്ങനെ ഷൂട്ട് ഫോം ചെയ്യുന്നു, അഡ്വെന്റിഷ്യസ് ഷൂട്ട് ഫോർമേഷൻ, പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം സൈറ്റോകൈനിന്റെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് ആണ്. സൈറ്റോകൈനിൻസ് ഹെൽപ്സ് ടു ഓവർകം ദി അപ്പിക്കൽ ഡോമിനൻസ്. അപ്പിക്കൽ ഡോമിനൻസിന് കാരണം ഓക്സിൻ ആണ്. അപ്പോൾ ഓക്സിൻ പ്രൊമോട്ടഡ് ആയിട്ടുള്ള അപ്പിക്കൽ ഡോമിനൻസിനെ ഓവർകം ചെയ്യാനായിട്ട് സൈറ്റോകൈനിൻ എന്ന ഹോർമോൺ ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നു. ദേ പ്രൊമോട്ട് ന്യൂട്രിയന്റ് മൊബിലൈസേഷൻ വിച്ച് ഹെൽപ്സ് ഇൻ ദ ഡിലേ ഓഫ് സെനസൻസ്. ന്യൂട്രിയന്റ് മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ന്യൂട്രിയൻസ് എവിടേക്കാണോ ആവശ്യമുള്ളത് അവിടേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ലീഫ് സെനസൻസ് ഡിലേ ചെയ്യിപ്പിക്കാം. ഇത്തരം ഫങ്ഷൻസ് ആണ് സൈറ്റോകൈനിന്റെ ഫങ്ഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. എഥിലിൻ ഒരേ ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ആണ്. എഥിലിൻ ഈസ് എ ഗ്യാഷ്യസ് ഹോർമോൺ പ്രൊമോട്ട്സ് സെനസൻസ് ആൻഡ് റൈപ്പനിങ് ഫ്രൂട്ട്സ്. സെനസൻസിനെ പ്രൊമോട്ട് ചെയ്യും, ഏജിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് പഴുക്കുന്നതിന് സഹായിക്കുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ഹോറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിംഗ്, സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ആൻഡ് അപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് സീഡ്ലിംഗ്സ്. ശരിക്കും ഒരു സീഡ് ജെർമിനേഷൻ നടന്നു വരുമ്പോൾ അവിടെ സീഡ്ലിംഗിന്റെ ഹോറിസോണ്ടൽ ഗ്രോത്ത് അത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഓഫ് ആക്സിസ്, അവിടെ ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ആ ഭാഗം സ്വെൽ ചെയ്തിരിക്കും, വീർത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ അപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ, ഏറ്റവും ടിപ്പില് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ അത് നിൽക്കുകയാണ്. ഇതെല്ലാം എഥിലിൻ എന്ന പ്ലാന്റ് ഹോർമോണിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. എഥിലിൻ പ്രൊമോട്ട്സ് സെനസൻസ് ആൻഡ് അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻസ്, എസ്പെഷ്യലി ഓഫ് ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ്. പ്രത്യേകമായിട്ട് ലീവ്സിന്റെയും ഫ്ലവേഴ്സിന്റെയും സെനസൻസും അബ്സിഷനെയും അത് പ്രൊമോട്ട് ചെയ്യുന്നു. എഥിലിൻ ഈസ് ഹൈലി ഇഫക്റ്റീവ് ഇൻ ഫ്രൂട്ട് റൈപ്പനിങ്. ഇറ്റ് എൻഹാൻസസ് ദ റെസ്പിറേഷൻ റേറ്റ് ഡ്യൂറിംഗ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്. ശരിക്കും റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യാണ്. ഇതിനെ റെസ്പിറേറ്ററി ക്ലൈമാക്റ്റിക് എന്നും പറയാറുണ്ട്. എഥിലിൻ ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി ആൻഡ് ഇനീഷ്യേറ്റ്സ് ജെർമിനേഷൻ ഇൻ പീനട്ട് സീഡ്സ്, സ്പ്രൗട്ടിംഗ് ഓഫ് പൊട്ടാറ്റോ ട്യൂബേഴ്സ്. ഇവിടെ സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നു, വിത്ത് മുളയ്ക്കുന്നതിന് കാരണമാകുന്നു. ബഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുന്നു, ബഡ് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നു. ഇതെല്ലാം എഥിലിന്റെ പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ്. എഥിലിൻ പ്രൊമോട്ട്സ് റാപ്പിഡ് ഇന്റർനോഡ് ഓർ പീറ്റിയോൾ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ്. ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സിലെ തണ്ട് നീളം വയ്ക്കുന്നതിന് എഥിലിൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. എഥിലിൻ ഓൾസോ പ്രൊമോട്ട്സ് റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ, ദസ് ഹെൽപ്പിംഗ് ദ പ്ലാന്റ്സ് ടു ഇൻക്രീസ് ദെയർ അബ്സോർപ്ഷൻ സർഫസ്. റൂട്ട് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ റൂട്ട് ഹെയർ കൂടുതൽ ഉണ്ടാകുന്നതിന് ഹെൽപ്പ് ചെയ്യും, അത് അബ്സോർപ്ഷനെ സഹായിക്കുന്നു. എഥിലിൻ ഈസ് യൂസ്ഡ് ടു ഇനീഷ്യേറ്റ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ. പൈനാപ്പിളിൽ ഫ്ലവറിങ്ങും ഫ്രൂട്ട് സെറ്റും ഈ രണ്ട് കാര്യങ്ങൾ കൂടി സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ഇൻഡ്യൂസസ് ഫ്ലവറിംഗ് ഇൻ മാംഗോ. മാംഗോയിൽ ഫ്ലവറിംഗ് നടക്കാൻ സഹായിക്കുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബേഴ്സ്. കുക്കുംബേഴ്സിൽ കൂടുതൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതിന് എഥിലിൻ സഹായകരമാണ്. ഇത്രയും കാര്യങ്ങളാണ് എഥിലിന്റെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇഫക്ട്സ്. The most widely used compound as source of ethylene is ethafone. It is readily absorbed and transported within the plant and releases ethylene slowly. Ethafone hastens the fruit ripening in tomatoes and apples and accelerate abscission in flowers and fruits. ശരിക്കും എഥിലിൻ ഉപയോഗിക്കപ്പെടുന്നത് എത്തഫോൺ എന്ന രൂപത്തിലാണ്.
അതിൽ നിന്ന് എഥിലിൻ ഗ്യാസ് വളരെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും ടൊമാറ്റോസും ആപ്പിൾസും എല്ലാം റൈപ്പനിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആബ്സിസിക് ആസിഡ് ഇറ്റ് പ്രൊമോട്ട്സ് abscission and dormancy. It acts as inhibitor of plant metabolism. പ്ലാന്റ് മെറ്റാബോളിസത്തെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്ലാന്റ്സിന്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ തടയുന്നു. ABA ഇൻഹിബിറ്റ്സ് സീഡ് ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയനെ തടയുകയാണ്. ABA stimulates the closure of stomata and increases the tolerance of plants to various kinds of stresses. Hence it is called as stress hormone. ശരിക്കും ലീഫ്ലെസ് ടൊമാറ്റ ക്ലോസ് ചെയ്യുന്നതിന് ABA സഹായിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ട്രെസ് കണ്ടീഷനിലാണ്. വാട്ടർ സ്റ്റാറ്റസ് പ്ലാന്റിൽ കുറയുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. സീഡ് ഡെവലപ്മെന്റുമായും മെച്ചുറേഷനുമായും ഡോർമൻസിയുമായും ABA എന്ന പ്ലാന്റ് ഹോർമോണിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ABA ഹെൽപ്സ് സീഡ് ടു വിത്ത്സ്റ്റാൻഡ് ഡെസിക്കേഷൻ. ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് എല്ലാ സീഡ്സിനെയും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ABA ആക്ട് ആസ് എ ആന്റാഗോണിസ്റ്റിക് ടു GA3s. അതായത് ജിബ്രലിൻ പ്രൊമോട്ടഡ് ആക്ടിവിറ്റീസിനെ തടയുന്നു, അല്ലെങ്കിൽ അതിനെ എതിരെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആന്റി ജിബ്രലിൻ എന്നും ABA അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ഫോട്ടോ പീരിയോഡിസം. എന്താണ് ഫോട്ടോ പീരിയോഡിസം? ഇറ്റ് ഈസ് ദ പീരിയോഡിക് എക്സ്പോഷർ ഓഫ് ലൈറ്റ് ടു ഇൻഡ്യൂസ് ഫ്ലവറിംഗ്. അതായത് ഒരു പ്രത്യേക ലൈറ്റ് പീരീഡ് കിട്ടിയാലാണ് ചില പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോട്ടോ പീരീഡ് അവിടെ വേണമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സം പ്ലാന്റ്സ് റിക്വയർ എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ എ പീരീഡ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. ദേ ആർ കോൾഡ് ലോങ് ഡേ പ്ലാന്റ്സ്. വൈ അതേഴ്സ് റിക്വയർ ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ബിഫോർ ഫ്ലവറിംഗ്. ദേ ആർ കോൾഡ് ഷോർട്ട് ഡേ പ്ലാന്റ്സ്. ചില പ്ലാന്റ്സിന് ക്രിട്ടിക്കൽ പീരീഡ് 12 hours അതിനേക്കാളും കൂടുതൽ ഫോട്ടോ പീരീഡ് കിട്ടിയാൽ മാത്രമാണ് ഫ്ലവറിംഗ് നടക്കുക. അതിനെ ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയും. ചിലതിനെ ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും കുറവ് ഫോട്ടോ പീരീഡ് കിട്ടിയാൽ മതി. അതിനെ ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്നും പറയാറുണ്ട്. ഇനി മറ്റു ചില പ്ലാന്റ്സ് ഉണ്ട്. ബട്ട് ഇൻ സം അതർ പ്ലാന്റ്സ് ദർ ഈസ് നോ സച്ച് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ്പോഷർ ടു ലൈറ്റ് ഡ്യൂറേഷൻ ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് റെസ്പോൺസ്. സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. മറ്റു ചില പ്ലാന്റ്സിന് ഈ ലൈറ്റ് ഡ്യൂറേഷന്റെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അത്തരം പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് പീരീഡിന് ശേഷം റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഷൂട്ട് എപ്പിസസ് ഫ്ലവറിംഗ് എപ്പിസസ് ആയിട്ട് മാറുകയാണ്. വെജിറ്റേറ്റീവ് മെരിസ്റ്റം റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായിട്ട് മാറുകയാണ്. അങ്ങനെ ഫ്ലോറൽ ലീവ്സ് ഫോം ചെയ്യുകയാണ്. കാലിക്സ്, കൊറോള, ആൻഡ്രിഷം, ഗൈനീഷ്യം തുടങ്ങിയവ ഉണ്ടാവുകയാണ്. ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്ന എന്താണ്? ദ സൈറ്റ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഓർ ഡാർക്ക് ഡ്യൂറേഷൻ ആർ ലീവ്സ്. ഇവിടെ ലൈറ്റ് റിസീവ് ചെയ്യുന്ന ഓർഗൺ എന്ന് പറയുന്നത് ലീഫാണ്. ആഫ്റ്റർ റിസീവിംഗ് റിക്വയർഡ് ഫോട്ടോ പീരീഡ്, ഹോർമോണൽ സബ്സ്റ്റൻസ് മൈഗ്രേറ്റ്സ് ഫ്രം ലീവ്സ് ടു ഷൂട്ട് എപ്പിസസ് ഫോർ ഇൻഡ്യൂസിങ് ഫ്ലവറിംഗ്. ഇവിടെ ഹോർമോണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഇലകളിൽ നിന്ന് ഷൂട്ട് എപ്പിസസിലേക്ക്. അങ്ങനെ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. ഫോട്ടോ പീരിയോഡിസവുമായി ബന്ധപ്പെട്ട് ലോങ് ഡേ പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് നടക്കുന്നത് എങ്ങനെയാണ്, ഷോർട്ട് ഡേ പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് നടക്കുന്നത് എങ്ങനെയാണ്. രണ്ടാമത്തെ ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും കൂടുതൽ ലൈറ്റ് കിട്ടിയാലാണ് ഫ്ലവറിംഗ് നടക്കുന്നത്. ഏത് പ്ലാന്റ്സിലാണ്? ലോങ് ഡേ പ്ലാന്റ്സിൽ. ക്രിട്ടിക്കൽ പീരീഡിനേക്കാളും കുറവ് ലൈറ്റ് കിട്ടിയാൽ ഫ്ലവറിംഗ് നടക്കുകയാണ്. ഏതിലാണ്? ഷോർട്ട് ഡേ പ്ലാന്റ്സിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം, ഇൻ സർട്ടൻ പ്ലാന്റ്സ് എ ടോളറൻസ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് സ്ട്രെസ്സസ് സച്ച് ആസ് സിവിയർ ഡ്രൗട്ട് ക്യാൻ ബി ഓവർകം ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഹോർമോൺ. നെയിം ദിസ് ഹോർമോൺ. ഇതിനെ ആബ്സിസിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഹു എമംഗ് ദ ഫോളോവിംഗ് സയന്റിസ്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് സൈറ്റോകൈനിൻസ്. ഇവിടെ 4 സയന്റിസ്റ്റുമാരുടെ പേര് കൊടുത്തിരിക്കുന്നു. ഇവിടെ എഫ് സ്കൂഗ് എന്ന സയന്റിസ്റ്റാണ് സൈറ്റോകൈനിൻ ഐഡന്റിഫൈ ചെയ്തത്. മാച്ച് ദ ഫോളോവിംഗ്. ഇവിടെ കോളം എയും കോളം ബിയും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്സിൻ റൂട്ട് ഇനീഷ്യേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജിബർലിൻ ബോൾട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. സൈറ്റോകൈനിൻ
ഓവർകം അപ്പിക്കൽ ഡോമിനൻസ് എന്നുള്ളതാണ്. എഥിലീൻ ഫ്രൂട്ട് റൈപ്പനിങ് ഇവിടെ മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. ഗിവൺ ആർ സർട്ടൻ ഫിസിയോളജിക്കൽ ഇഫക്ട്സ്. നെയിം ദ പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഇൻക്രീസ് ഇൻ സ്റ്റെം ലെങ്ത് GA3, അപ്പിക്കൽ ഡോമിനൻസ് ഓക്സിൻ, ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ ABA, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് എഥിലീൻ, ബോൾട്ടിംഗ് GA3, ആക്റ്റീവ് സെൽ ഡിവിഷൻ സൈറ്റോകൈനിൻ. Removal of terminal buds is a usual practice in tea plantation. Explain the reason. Name the synthetic auxin. Removal of terminal bud promotes axillary or lateral branching. Terminal bud remove ചെയ്യുമ്പോൾ axillary lateral branching നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. സിന്തറ്റിക് ഓക്സിൻ ആയിട്ട് അറിയപ്പെടുന്നത് 2,4-D, 2,4-dichlorophenoxy acetic acid. Name the phenomenon of influence of daylight on flowering of long day and short day plants. ഇതിനെ ഫോട്ടോ പീരിയോഡിസം എന്നാണ് പറയുക. Which is the part of plant shows response to such a phenomenon? Leaf. Some important functions of a phytohormone are given below. Production of parthenocarpic fruits, eradication of weeds. ഇവിടെ a question, identify the hormone. Auxin എന്നാണ് പറയുക. Mention any other 2 important functions of this hormone. 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പറയുക. റൂട്ട് ഇനീഷ്യേഷനും അപ്പിക്കൽ ഡോമിനൻസിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിരിക്കുന്നു. എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ലേബൽ A to C and also write short notes on A and B. A lag phase, slow phase. B exponential phase. C stationary phase. 3 ഘട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാഗ് ഫേസ്, സ്ലോ യൂട്ടിലൈസേഷൻ ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. എക്സ്പോണൻഷ്യൽ ഫേസ്, ഗ്രാൻഡ് പീരീഡ് ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടും. മാക്സിമം ഗ്രോത്ത് നടക്കുന്ന ഫേസ് ആണ് എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയ ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടുള്ളത്. എൻ്റെ വീഡിയോ ക്ലാസ്സിൽ നിന്ന് പ്ലാന്റ് ഹോർമോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വിശദമായി കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്, കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.